ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ദേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ന്യൂയോർക്കിലുള്ളൊരു ബീച്ചിലേക്കാണ്. ന്യൂയോർക്കിൽ എന്തോരം കാഴ്ചകളാണല്ലേ കാണാനുള്ളത്. ബീച്ചുകളുണ്ട് കേട്ടോ ഇഷ്ടംമാതിരി. അപ്പോൾ നമ്മളിന്ന് പോകുന്ന ബീച്ചിലെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. അതിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് പോകാം അല്ലേ? ഒരു വൈകിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കണത്. നല്ല വെയിലുണ്ട്. പോകാം. ഈ സമയത്തൊക്കെ നല്ല വെയിലാണ്. പക്ഷെ വൈകിട്ടാകുമ്പോഴത്തേനും ഇവിടെ തണുപ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ ആയി വരും. ഇപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ന്യൂയോർക്ക് സിറ്റിയുടെ അടുത്ത് തന്നെയായിട്ടുള്ള കോണി ഐലൻഡ് ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഈ ഒരു മാസവും കൂടി ഉള്ളൂ ബീച്ചിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈബും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഓഫായിരിക്കും കേട്ടോ. ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ആകെ തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തവണത്തെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബീച്ചിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ സിഗ്നലുകളൊക്കെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു ഭിക്ഷാടനം പോലെ ഇങ്ങനെ നടക്കണ ആളുകൾ എപ്പോഴും കാണില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ വല്ല സിഗ്നലുകളിൽ മാത്രം കണ്ടാലായി. ഇന്നത്തെ ന്യൂയോർക്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ വഴി തന്നെയാണ് പോണത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉൾവഴികളിലൂടെ പോകുന്നത് കൊണ്ട് ഇതുമാത്രത്തെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫുള്ള് ഹൈവേ ആയിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ്. പിന്നെ ന്യൂയോർക്കിലേക്ക് പോകാൻ അത്തരം വഴികളൊക്കെ തന്നെയാണ് ഉള്ളൂ, പെട്ടെന്ന് എത്താനും ഒക്കെ. പിന്നെ അതേ ഇതുമാത്രത്തെ കുറേ പാലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് ഇത്രയും നാളത്തെ യാത്രയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ അമേരിക്കൻ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതായത് ഒരു സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്തണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേ വഴിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതായത് നമുക്ക് ടോളൊക്കെ കൊടുത്ത് പെട്ടെന്ന് 1 മണിക്കൂറിലൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ടോളൊന്നും കൊടുക്കണ്ട, കുറച്ച് സിഗ്നലുകളൊക്കെ വഴിയുള്ള റോഡിൽ കൂടി പോയാൽ മതി എങ്കിൽ നമുക്ക് 2 മണിക്കൂറിൽ എത്താൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ഗ്രാമഭംഗിയും പ്രകൃതി ഭംഗിയും വീടുകളും ഒക്കെ കണ്ട് ഉൾവഴികളിലൂടെ പോകാനാണെങ്കിൽ നമുക്ക് 3 മണിക്കൂറിൽ എത്താൻ പറ്റും. ഞങ്ങളുടെ യാത്ര എപ്പോഴും ആ ലാസ്റ്റത്തെയാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3ാമത്തെ ഓപ്ഷനാണ് എപ്പോഴും തിരഞ്ഞെടുക്കാറ്. നമ്മളങ്ങനെ അതേ ബീച്ചിൻ്റെ സൈഡിലെത്തി. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം നമ്മൾ തേടി പിടിച്ച് ഒരു ഗ്യാരേജിലാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിതേ ഇപ്പോൾ ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കണ വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഒരു അടിപൊളി കാറല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി വൈബാണ്. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അടിപൊളിയാണ്, എന്തോ ഭയങ്കര മൈക്ക് സെറ്റിൽ പാട്ട് വെച്ചേക്കണ മാതിരിയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്നൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നമുക്കിനി ബീച്ചിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയായിട്ട് ബീച്ച് മാത്രമല്ല കേട്ടോ, ഒരുപാട് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് തന്നെ നമ്മളിതേ ഇവിടുത്തെ ഒരു അക്വേറിയം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. പിന്നെ അതുപോലെ തന്നെ 4D തിയേറ്റർ ഉണ്ട്, അതും ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ കാണാം. പക്ഷെ നമ്മൾ അതിലൊന്നും കയറുന്നില്ല. നമ്മൾ ഏതായാലും വന്നത് ബീച്ചിൽ പോകാനല്ലേ. പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം ഈവനിങ്ങിൽ ബീച്ചിലൂടെയൊക്കെ ഒന്ന് നടക്കുക, ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ബീച്ചിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ആ എൻട്രൻസിലേക്ക് കിടക്കാം, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളങ്ങനെ ബീച്ചിൻ്റെ അതേ ബോർഡ് വാക്കിലേക്ക് കടന്നിട്ടുണ്ട്. ഏകദേശം 100 വർഷം പഴക്കമുള്ളൊരു ബോർഡ് വാക്കാണ് കേട്ടോ ഇത്. ഇവിടത്തേക്ക് ബീച്ചുകളിൽ വന്നാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ബീച്ച് മാത്രമല്ല കേട്ടോ, ഇവിടെ നടക്കാനുള്ള അടിപൊളി ബോർഡ് വാക്കുകളുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ലൈവ് മ്യൂസിക്കുകൾ, ഷോകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി വൈബായിരിക്കും കേട്ടോ ഇവിടെ. നല്ല രസമാണ് ഇവിടുത്തെ ബീച്ചുകളൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഇവിടെയൊക്കെ ആളുകൾ ഡ്രസ്സൊക്കെ ബീച്ചിൽ ഇറങ്ങാൻ കണക്കാക്കിയിട്ടാണ് ഇവർ വരുന്നതും ഒക്കെ. അപ്പോൾ അതനുസരിച്ച് അവർ ബീച്ചിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്യുമല്ലോ, ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു രസമാണ്. നമ്മൾ കുറച്ച് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പാട്ട്, നല്ല അടിപൊളി തിരക്ക്, ബീച്ചിൻ്റെ സൈഡ്, നല്ല കാറ്റ്.
ഇവിടെ ഒരുപാട് ടൈപ്പ് ഫുഡുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ പാത്തു ഐസ്ക്രീമാണ് വാങ്ങിച്ചേക്കണത്. അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് ഫ്രൈഡ് ഫ്രോൺസും ഫ്രൈഡ് കലമാരിയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചു. ഈ ഒരു പാട്ടൊക്കെ കേട്ട് നല്ലൊരു വൈബാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതൊരു രസമാണ്. ഇപ്പോൾ അതേ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചൊന്നും വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. പിള്ളേർക്ക് ബീച്ചിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം വന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ മണലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പൂണ്ടൊന്നും പോവില്ല കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ കാലിങ്ങനെ വെക്കുമ്പോഴത്തേക്കും പൂണ്ട് പോവില്ല, പക്ഷെ ഇവിടെ അത്രയ്ക്ക് അങ്ങനെ പൂണ്ടൊന്നും പോകണമെന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ ബീച്ചിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും ബീച്ചിൽ ഇറങ്ങൂട്ടോ. അങ്ങനെ പേടിക്കുകയൊന്നുമില്ല. നമുക്കൊക്കെയാണ് ബീച്ചിലൊക്കെ ഇന്നെ പിള്ളേരൊക്കെ ഇറക്കുമ്പോൾ ഒരു പേടിയാണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഇറങ്ങും. പിന്നെ മാത്രമല്ല ഇവിടെ ലൈഫ് ഗാർഡുകളൊക്കെ ഇങ്ങനെ ഇത്ര മീറ്റർ കൂടുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, കുറേ ഉണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾ 2 മടിയന്മാർ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ കയറിയിരിക്കുകയാണ്. പിള്ളേരെ 2 ഇറക്കി. അവർക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇറങ്ങണമല്ലോ. പിള്ളേർക്ക് പിന്നെ ബീച്ചിലൊന്നും അങ്ങനെ മടിയൊന്നുമില്ല. അവർ എത്ര നേരം വേണേലും ബീച്ചിൽ ഇറങ്ങാനും അതൊക്കെ ആസ്വദിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. ഇത് കണ്ടില്ലേ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കണത്. ഈ ബീച്ചിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ആളുകൾ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ആരെയും കാണാത്തത്. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഇഷ്ടമാതിരി ആൾക്കാർ ഇറങ്ങിയേക്കണ കാണാൻ സാധിക്കും. പിന്നെ മാത്രമല്ല നമുക്ക് ചെറിയ ചെറിയ കപ്പലുകൾ ബോട്ടുകളൊക്കെ പോണത് കാണാൻ പറ്റും. മിക്കതും ഇങ്ങനെ ടൂറിസ്റ്റുകളെയും കൊണ്ടൊക്കെ പോണതൊക്കെ കാണാം കേട്ടോ. നമുക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരം ട്രിപ്പുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ നേരത്തിന് ശേഷം പിള്ളേർ ഒരുവിധം നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറക്കി ബീച്ചിൽ നിന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബോർഡ് വാക്കിലേക്കാണ് പോണത്. അപ്പോൾ പോണ വഴിയിൽ ഇത് കണ്ടില്ലേ, ആളുകൾ ഇതേ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ചെയറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ ഇരിക്കണതൊക്കെ കാണാം കേട്ടോ. അവിടെയൊക്കെ നിലത്തൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ആളുകൾ. നമ്മൾ പിന്നെ കൂടുതൽ വീഡിയോയൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബോർഡ് വാക്കിലേക്ക് വന്നിട്ടുണ്ട്. ആ ബോർഡ് വാക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ നടക്കാൻ. ഏകദേശം ഒരു 4.5 കിലോമീറ്ററോളം ഉണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ കടകളും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഈ ഒരു ഭാഗത്ത് കൂടി നമുക്കിങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ അതേ ഞാനങ്ങനെ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്, ഒരു പാമ്പിനെ കിടക്കണണ്ടില്ലേ. ഒരുപാട് പാമ്പുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല വേറെയും കുറേ അങ്ങോട്ട് നീങ്ങിയപ്പോൾ പിന്നെയും കണ്ട്. പക്ഷെ എല്ലാം ഒന്നും അങ്ങനെ വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല. അതങ്ങനെ താഴെ കിടക്കണേണ്. അതിനെ എടുക്കാതിരിക്കുക എന്താണോ അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതാ ഇരിക്കണം ആ ഒരു പാമ്പ്. എന്തായാലും കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യ. കുറേ പേര് അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ച്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ആ ബോർഡ് വാക്കിലൂടെയൊക്കെ അങ്ങനെ നടന്നിട്ടാണ്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കിട്ടും. ഈ ഒരു റെസ്റ്റോറൻ്റ് അല്ലാതെ തന്നെ സ്ട്രീറ്റ് ഫുഡുകളും ഉണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഇവിടുത്തെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്, നല്ല രസമാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഈ ബീച്ചിലൊക്കെ ഇറങ്ങി നമ്മുടെ കയ്യും കാലൊക്കെ അഴുക്കായാൽ പോലും നമുക്ക് അതൊക്കെ ക്ലീൻ ആക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഈ ഒരു ബോർഡ് വാക്കി തന്നെ ഇത് കണ്ടില്ല, ഇങ്ങനെ പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യും കാലും കഴുകണമെങ്കിൽ അങ്ങനെ കഴുകാം. ഇനിയിപ്പോൾ അഥവാ കുളിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം ഫ്രീ ആണ് കേട്ടോ. അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല ഏത് ബീച്ചിൽ ചെന്നാലും ഇങ്ങനെയാണ്. നമുക്ക് കയ്യും കാലൊക്കെ മണലൊക്കെ കാലയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി കളയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകൾ. ഇങ്ങനെ കോണുകൾ മീറ്റുകളൊക്കെ ഗ്രില്ല് ചെയ്യണത് അതൊക്കെയാണ് ഇവിടുത്തെ ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പിള്ളേർക്ക് പറ്റിയിട്ടുള്ള കുറേ പഞ്ഞിമിഠായിയും അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഈ ഒരു ഇത്. കുഞ്ഞിങ്ങനെ ഉന്തുവണ്ടി പോലെയാണ് അവരിങ്ങനെ ഉണർന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇത് വൈകിട്ടൊക്കെയാണ്, ഇതൊക്കെ ഒരു രസമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ പിള്ളേർക്ക് ഇതിൽ കയറണമെന്നൊക്കെ ഉണ്ടായി, പക്ഷേ ഇനിയിപ്പോൾ അതിലൊന്നും കയറാനൊന്നും നിന്നില്ല. ഇപ്പം തന്നെ ബീച്ചിലൊക്കെ ഇറങ്ങി ആകെ ടയേർഡായി പിള്ളേർ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാമെന്നുള്ളൊരു രീതിക്കാണ്. അപ്പോൾ ഈ നേരെ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രെയിനിന് വന്നോന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ചിൽ വരാനൊക്കെ എളുപ്പമാണ്. ഈ ട്രെയിനിനൊക്കെ വരാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും വരാം.
അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ ഒരു റോളർ കോസ്റ്ററിൻ്റെ ഒരു ക്യൂ കണ്ടത്. അതിന് കയറാൻ വേണ്ടിയിട്ട് എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ. ഇത് കണ്ട ഇങ്ങനെ എന്ത് വലുതാണെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടെന്നേ അതിങ്ങനെ റൗണ്ട് ചെയ്ത് പോയത്. ഞാനതിങ്ങനെ പോണത് കണ്ടപ്പോഴേ പേടിയായിട്ട് പോയി. അതിന് മുമ്പ് നമ്മളൊരു അമേരിക്കൻ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ മാളിൽ പോയപ്പോൾ കയറി ആകെ ഞെട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇനി മേലാൽ ഇതിൽ കയറൂല എന്നൊക്കെ വിചാരിച്ചിരിക്കണേണ്. ഗേൾസ് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി ഉണ്ടിട്ട് കാണാൻ ഇഷ്ടമാതിരി നടക്കാനാണെങ്കിലും ഒക്കെ. പക്ഷേ നമുക്ക് അതിനുള്ള ടൈമില്ല എന്നല്ല, മതിയായി. കുറേ നേരം പിള്ളേർ ബീച്ചിലൊക്കെ നടന്നു ടയേർഡായി. പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. കുറേ നേരം യാത്രയുണ്ടല്ലോ, പിന്നെ നമുക്ക് ഡിന്നറും കൂടി കഴിക്കാം. ന്യൂയോർക്ക് ആയതുകൊണ്ട് ഇഷ്ടമാതിരി റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ തട്ടി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. നമ്മൾ നേരെ ഗ്യാരേജിൽ വന്ന് അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ന്യൂയോർക്കിൽ ഇഷ്ടമാതിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു യമൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടേ, ജന്നത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഇവിടെയൊക്കെ വണ്ടി നോക്കിയും കണ്ടെടുത്തില്ലെങ്കിലേ നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് ദൂരെ മാറി അങ്ങനെ വണ്ടിയൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഈ സ്ട്രീറ്റിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട്. രാത്രിയിൽ നല്ല തിരക്കാണ്, ഫുള്ള് വണ്ടികൾ, വീടുകളുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തായിട്ട്. ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ കുറച്ചനേ ഉള്ളൂ. അങ്ങനെ നമ്മളിതേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിതേ വെൽക്കമായിട്ട് തന്നത് മട്ടൻ സൂപ്പാണ്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞൊരു സാലഡും ഉണ്ട്, പിന്നെ ഒരു മുളക് ചമ്മന്തിയും ഉണ്ട്. ഈ മട്ടൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഈ യമൻ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവർ മട്ടൻ സൂപ്പ് തരും ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ടീ ഉണ്ട്, അതും കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ സ്പെഷ്യൽ ടീ ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട്, അത് നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ മട്ടൻ സൂപ്പൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഇതിനു മുമ്പും പല യമൻ റെസ്റ്റോറൻറ്റുകളിലും പോയപ്പോഴും കഴിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ കുഴിമന്തിയുമായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ ആ ഫുഡ് കൊണ്ടുവന്നേക്കണ പ്ലേറ്റ് കണ്ടില്ലേ, അതൊരു അലൂമിനിയം മോഡൽ പ്ലേറ്റ് ആണ്. നല്ല രസമുണ്ട് അതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ മട്ടൻ ബിരിയാണിയും അടിപൊളിയായിരുന്നേ. എനിക്ക് യമൻകാരുടെ ഫുഡുകളൊക്കെ അടിപൊളി ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുഴിമന്തിയും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെപ്പോലെ തന്നെ മയോണൈസൊന്നും ഉപയോഗിക്കില്ല, അവരൊരു സൈസ് മുളക് ചമ്മന്തിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവരുടെ സ്പെഷ്യൽ ടീയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതേ തിരിച്ച് വണ്ടിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട വീടുകളാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ തൊട്ടടുത്ത് വീടുകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഫുള്ള് ഇങ്ങനെ ലൈറ്റൊന്നും ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഒന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ മതിലേൽ ലൈറ്റ് ഇടും, ഗേറ്റേൽ ലൈറ്റ് ഇടും, അതുപോലെ തന്നെ വീട് മൊത്തത്തിൽ ലൈറ്റ് ഇടും അല്ലേ. പക്ഷേ ഇവിടെയൊക്കെ നോക്കിക്കേണ്ടത് നിങ്ങൾ, ആ വീടിൻ്റെയൊക്കെ ചില വീടുകളുടെ മാത്രം ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലും ഉണ്ടാവില്ല. ഉള്ളിൽ അവർ ആവശ്യത്തിന് ലൈറ്റൊക്കെ ഇടും, പുറമെ നോക്കുമ്പോൾ ആകെ ഒരു ഇരുട്ട് കുത്തിയ പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ എന്തായാലും ഓരോ നാട്ടിലും ഓരോരോ രീതികളാണല്ലേ, കൊള്ളാം എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. അപ്പോൾ ഇന്നത്തെ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.